റീസെൻ്റ്ലി വന്നൊരു ന്യൂസ് കണ്ടിട്ടുണ്ടായിരുന്നു. അതായത് ഫഹദ് ഫാസിൽ പുള്ളിക്ക് ADHD ഉണ്ടെന്ന് ഒരു റീസെൻറ്റ് ഇൻ്റർവ്യൂവിൽ വെളിപ്പെടുത്തിയിരുന്നു. പുള്ളി ഒരു 41-ാമത്തെ വയസ്സിലാണ് ഇത് ഡയഗ്നോസ് ചെയ്തതെന്നൊക്കെ പറഞ്ഞിട്ട്. അതിനെ നമ്മളൊരു മലയാളം ഓൺലൈൻ മീഡിയ റിപ്പോർട്ട് ചെയ്തെന്താണെന്നറിയോ, ഞാൻ എയ്ഡ്സ് ബാധിതനാണെന്ന് ഫഹദ് ഫാസിൽ വെളിപ്പെടുത്തി എന്നൊക്കെ പറഞ്ഞിട്ട്. അത്രയും ഇല്ലിറ്ററേറ്റ് ആണ് നമ്മുടെ മലയാളികൾ എന്നാണ് മനസ്സിലാവുന്നത്. ആദ്യം എന്താണ് ADHD എന്ന് അവർ പഠിക്കണം. ADHD എന്ന് പറഞ്ഞാൽ അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റീസ് ഡിസോർഡർ എന്നാണ്. അത് ബേസിക്കലി ഇപ്പോൾ ഒരു മനുഷ്യന് ഒരു ഇന്ന കാര്യത്തിൽ ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ചില കാര്യങ്ങൾ അവർ ഹൈപ്പർ ആക്റ്റീവ് ആയി പോകുന്നു. അതിനാണ് ADHD എന്ന് വിളിക്കുന്നത്. അതിനാണ് ഇവന്മാർ എയ്ഡ്സ് ആക്കി പിടിച്ചത്. വെറും പബ്ലിസിറ്റി. ഡിപ്രഷൻ എന്ന് പറയുന്നത് തന്നെ നമ്മുടെ സൊസൈറ്റിയിൽ അതൊരു ടാബു ടോപ്പിക്കാണ്. എന്ന് വെച്ചാൽ അധികം ആരും സംസാരിക്കാൻ താല്പര്യപ്പെടാത്ത ഒരു ടോപ്പിക്. ഈ ഡിപ്രഷനും അതുപോലെ ഈ സാധാരണ ഒരു മനുഷ്യനുണ്ടാകുന്ന മൂഡ് സ്വിങ്സും ഒന്നാണെന്ന് വിചാരിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. അതിന് ഏറ്റവും ഒരു ഉദാഹരണമാണ് ഇപ്പോൾ ഒരു ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു ലവ് ഫെയിലിയർ ഉണ്ടായി കഴിഞ്ഞാൽ ഈ ചെറിയ പിള്ളേരൊക്കെ, അതായത് ഇപ്പോഴത്തെ ജനറേഷനിലുള്ള പിള്ളേരൊക്കെ വന്നിട്ട് വാട്സപ്പ് സ്റ്റാറ്റസ് ഒക്കെ ഇടും, ഞാൻ ഡിപ്രസ്ഡ് ആണ് എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനത്തെ ഓരോ ആൾക്കാർ കാരണമാണ് ഇപ്പോഴത്തെ ഡിപ്രഷനെ ഒരു വിലയില്ലാണ്ടായി പോയത്. നമ്മുടെ സൊസൈറ്റി മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. അതായത് ഈ ലോകത്തിലെ എല്ലാ രാജ്യങ്ങളും ഡിപ്രഷനെ ഒരു ഡിസബിലിറ്റി ആയിട്ടാണ് കണക്കാക്കുന്നത്. ഓക്കെ, ഇപ്പം ഇവനൊരു ജോലിക്ക് അപ്ലൈ ചെയ്യുന്നു, അവർ ചോദിക്കും മെൻ്റൽ ഇൽനെസ് ഉണ്ടോ അല്ലെങ്കിൽ ഉണ്ടായിട്ടുണ്ടോ. കാരണം അതിനനുസരിച്ച് അവർക്ക് നമ്മളോട് റിയാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതിന് കാരണം ലോകത്തിലെ മൊത്തം ഡിസബിലിറ്റിയിൽ 7.5% ഡിപ്രഷനാണ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. അത് കാരണം തന്നെ അവരാണ് ഏറ്റവും വലിയ ഡിസബിലിറ്റി എന്നാണ് ഡിപ്രഷൻ പറയുന്നത്. ഓക്കെ, ഈവൻ 20 പേരിൽ ഒരാൾക്ക് ഡിപ്രഷൻ കാരണം സഫർ ചെയ്യുന്നുണ്ട് എന്നാണ് സ്റ്റഡീസ് പറയുന്നത്. ഏകദേശം 8 ലക്ഷം പേര് ഒരു വർഷം ഡിപ്രഷൻ കാരണം മരണപ്പെടുന്നുണ്ട്. ഇപ്പോൾ ഒരാൾക്ക് ഫിസിക്കലി എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ നമ്മൾ അയാളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും. പക്ഷെ മെന്റലി ഇല്ല ഒരാളെ ഒരിക്കലും നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ ശ്രമിക്കാറില്ല. ആളോട് ഇപ്പോൾ നമ്മളെന്താ പറയുക, നീ ഒന്ന് റൂമിൽ നിന്ന് പുറത്തിറങ്ങി നോക്കുക, അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി നോക്കുക, കുറേ ആൾക്കാരോട് സംസാരിച്ചേക്കുക, അപ്പോൾ ശരിയാവുമെന്നാണ് പറയുന്നത്. ഈ ഫിസിക്കൽ ഹെൽത്ത് എന്ന് പറയുന്ന സാധനം ഒരു 2 മാസം അല്ലെങ്കിൽ 3 മാസം കഴിഞ്ഞാൽ അതങ്ങ് ശരിയാകും. ഇപ്പോൾ എന്താ കൈയൊടിഞ്ഞു 3 മാസത്തിനുള്ളിൽ അത് ശരിയാകും. പക്ഷെ മെന്റൽ ഹെൽത്ത് അങ്ങനെയല്ല, അത് കാലങ്ങളെടുക്കും. അത് പ്രോപ്പർ മെഡിക്കേഷൻ എടുത്തിട്ടില്ലെങ്കിൽ നമ്മൾ മരിക്കുന്ന അതുവരെ ആ സാധനം. അത് അങ്ങനെ വരുമ്പോൾ അത് ഫിസിക്കൽ ഹെൽത്തിനേക്കാൾ ഡേഞ്ചറസ് ആണ്, ഭയങ്കര ഡേഞ്ചറസ് ആണ് അത്. ഇപ്പൊ നമ്മള് ജാനമൻ സിനിമയിലൊക്കെ ബേസിൽ ജോസഫിന് വന്നൊരു സ്റ്റേറ്റ് കണ്ടിട്ടുണ്ട്. അതിന് പ്രോപ്പറായിട്ട് വിന്റർ ഡിപ്രഷൻ എന്നാണ് അതിന് പറയാം. അത് തണുപ്പുള്ള രാജ്യങ്ങളിലാണ് കൂടുതലായിട്ട് ഉണ്ടാവുന്നത്. ഈ വിന്റർ ഡിപ്രഷൻ കാരണം ആളുകൾ മരണപ്പെടുന്നുണ്ട്. അതായത് ഇത് ഏറ്റവും കൂടുതൽ മരണപ്പെടുന്നത് ജർമ്മനിയിലാണെന്നാണ് ഇതിന്റെ സ്റ്റഡീസ് പറയുന്നത്. ഇത് ഈ കാലത്ത് ഭയങ്കര റെലവെന്റ് ആണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മലയാളീസ് ഇപ്പോൾ ഒരുപാട് മൈഗ്രേറ്റ് ചെയ്യുന്ന സമയമാണ് യൂറോപ്പിലോട്ടും കാനഡയിലോട്ടൊക്കെ. അപ്പോൾ പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ അത്രയും ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ട്രോപ്പിക്കൽ ക്ലൈമറ്റ് ആണ്. അതിൽ നിന്ന് ഇത്രയും തണുപ്പുള്ളൊരു ക്ലൈമറ്റിലോട്ടുള്ള ഷിഫ്റ്റ് വരുമ്പോൾ എന്തായാലും നമ്മളത് ബാധിക്കും. അതേപോലെ ഈ പോകുന്നവരോട് പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ, ഇപ്പം നിങ്ങൾ ഈ തണുപ്പുള്ള രാജ്യങ്ങളിലോട്ട് പോകുമ്പോൾ മെയിനായിട്ടും ഒരു കാര്യം നിങ്ങൾ എഫക്റ്റ് ചെയ്യാൻ പോകുന്ന വിറ്റാമിൻ ഡി ഭയങ്കര കുറവായിരിക്കും. അപ്പോൾ ഒന്നാമത്തെ ഡിപ്രഷൻ വരാൻ ഒരു കാരണം മെന്റൽ ഇൽനെസ് തന്നെയാണ്. രണ്ടാമത്തത് വിറ്റാമിൻ ഡിയും കൂടെയാണ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കുക, നിങ്ങൾക്ക് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഒറ്റപ്പെടലോ അങ്ങനെ എന്തെങ്കിലും ഒന്ന് ഫീലായി കഴിഞ്ഞാൽ സ്പോട്ടിലൊരു ഡോക്ടറെ പോയി കാണുമോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കൺസൾട്ടേഷൻ ചെയ്യുക. കാരണം നമുക്ക് ഗ്രാജുവലി കുറയ്ക്കാൻ പറ്റും. കാരണം എല്ലായിടത്തും അത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവും. എല്ലാ വെസ്റ്റേൺ കൺട്രീസിലും ഇതൊരു പ്രോപ്പർ ഫസ്റ്റ് പ്രയോറിറ്റി ഇൽനെസ് ആണ് വിന്റർ ഡിപ്രഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളത് നാട്ടിലെ പോലെ കണ്ടിട്ട് അത് കോമൺ ആണെന്ന് വിചാരിച്ചിരിക്കേണ്ട ആവശ്യമില്ല. സ്പോട്ടിൽ പോവാ, ഡോക്ടറിനെ കാണാം. പിന്നെ അതുപോലെ നമ്മുടെ ഫ്രണ്ട്സിനോടും നിനക്ക് സംസാരിക്കുക അതിനെക്കുറിച്ചൊക്കെ. എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതും ഒരുപാട് വർക്ക് പ്രഷറും എല്ലാം ഉണ്ടാവും. കാരണം ഇങ്ങനെ നമുക്കൊക്കെ അറിയാവുന്നതാണത്. ഇത്രയും വേറൊരു രാജ്യത്തിലോട്ട് പോകുമ്പോൾ ഒരുപാട് പ്രഷറും പഠനത്തിന്റെയും വർക്കിന്റെ ഒക്കെ ഉണ്ടാവും. ചിലപ്പോൾ നിങ്ങൾ ഈ പറയുന്ന ഫ്രണ്ട്സിനോട് തന്നെ ചിലപ്പോൾ ഫ്രണ്ട്സിന് തന്നെ ചിലപ്പോൾ ഇത് കാണുമായിരിക്കും. അവരും ഇത് പുറത്തു പറയാൻ പറ്റാണ്ടിരിക്കും. കാരണം ആ ഒരു ടൈമിൽ വെളിച്ചം വളരെ കുറവാണ് ഈ രാജ്യങ്ങളിലൊക്കെ. അത് ഈ വെളിച്ചം കുറഞ്ഞാൽ തന്നെ നമ്മുടെ മൈൻഡിനെ നന്നായിട്ട് ബാധിക്കുന്ന സ്റ്റഡീസ് പറയുന്നുണ്ട്. ഈ ടോപ്പിക് പറയുമ്പോൾ ഇപ്പൊ റീസെന്റ് വന്ന ഒരു വൻ വിവാദമായ ഒരു ന്യൂസ് ഉണ്ട്. അതായത് നമ്മുടെ ഡച്ചിൽ, അതായത് നെതർലാൻഡ്സിൽ ഒരു 29 വയസ്സുള്ള ഒരു യുവതിക്ക് അവിടുത്തെ ഗവൺമെന്റ്, അതായത് അവിടുത്തെ കോർട്ട് അവർക്ക് ദയാവധത്തിന് വേണ്ടി ഓർഡർ കൊടുത്തിരിക്കുകയാണ്. എന്താ കാരണം? ഡിപ്രഷൻ കാരണം മേഴ്സി കില്ലിങ്ങിന് അവർക്ക് ഓർഡർ കൊടുത്തു. അത്രയും ഡേഞ്ചറസ് ആണ് ഈ സാധനം എന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഈ ന്യൂസ് നമ്മുടെ മനോരമ ന്യൂസിന്റെ ഇൻസ്റ്റാ പേജിൽ ഇവർ പോസ്റ്റ് ചെയ്തപ്പോൾ അതിൽ വന്നിട്ട് ചില കമന്റ്സ് ആണ്, ഞാനത് വായിക്കാം. അത് ഭയങ്കര റെലവെന്റ് ആണ് ഈ ഒരു ടോപ്പിക്കിന് വേണ്ടിയിട്ട് കേട്ടോ. അതായത് ഒരു കമന്റ് നോക്കാം. ഒരാൾ പറഞ്ഞിരിക്കുകയാണ്, ഗുഡ് ആദരാഞ്ജലികൾ എന്ന്. ഈ മരണപ്പെട്ടതിനാണ് പറയാണ്.
അതിനുശേഷം അടുത്തത് പറയുന്നത് ഒരുത്തൻ പറയണം, എൻ്റെ പൊന്നു കൊച്ചെ, ഈ ഒരു പെണ്ണ് പോലും കിട്ടാത്തതിൻ്റെ പേര് നിന്നെക്കാൾ 100 ഇരട്ടി ഡിപ്രഷൻ അനുഭവിക്കുന്ന ഇഷ്ടം പോലെ ചെക്കന്മാരുണ്ട്. ഇത്രയും സുന്ദരിയായ നീ ചുമ്മാ തോന്നിവാസം കാണിക്കാതെ കേരളത്തിലോട്ട് വായോ, എന്നിട്ട് പെണ്ണ് കിട്ടാതിരിക്കുന്ന ഏതെങ്കിലും ഒരുത്തിനെ സെറ്റാക്കി ഒരു 100 കൊല്ലം അങ്ങ് ജീവിക്കണം എന്നൊക്കെ. എന്താ പറയണ്ടത്? ഒന്നും പറയാനില്ല. പിന്നെ ഉള്ളത് മരിക്കണമെങ്കിൽ മരിക്കണം, എന്തിനാ കോടതിയിൽ പോയതെന്നൊക്കെ. ഇതാണ് നമ്മുടെ മലയാളികളുടെ ഇടയിലുള്ള ഈ മെന്റൽ ഹെൽത്തിനെ കുറിച്ചുള്ള ഒരു അവയർനെസ്. സൂസൈഡ് ചെയ്യുന്നവർ ഭീരുക്കളാണെന്നാണ് നമ്മുടെ സൊസൈറ്റിയുടെ ഒരു വിചാരം. ശരിക്കും അവർ ഒരുപാട് ഫൈറ്റ് ചെയ്ത് അവസാനം എല്ലാ ഹോപ്പും നഷ്ടപ്പെട്ടാണ് അവർ ചെയ്യുന്നത്. അവർ ചെയ്ത ഒരേ ഒരു തെറ്റെന്ന് പറഞ്ഞാൽ അവർ മെഡിക്കേഷൻ എടുത്തില്ല. അതിന് കാരണം നമ്മുടെ സൊസൈറ്റി തന്നെയാണ്. ഈ ട്രീറ്റ്മെന്റ് എടുക്കുന്ന ആൾക്കാർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. അതായത് 2 തരം ഡോക്ടേഴ്സ് ഉണ്ട്, സൈക്കോളജിസ്റ്റും ഉണ്ട്, സൈക്കൈട്രിസ്റ്റും ഉണ്ട്. ഈ സൈക്കോളജിസ്റ്റ് എന്ന് പറഞ്ഞാൽ അവരിപ്പോൾ നിങ്ങൾക്ക് ഒരു ആങ്സൈറ്റി ഡിസോർഡർ ഉണ്ട്, അല്ലെങ്കിൽ ഒരു കോൺഫിഡൻസ് ഇല്ലായ്മയുണ്ട്, അങ്ങനത്തെ കാര്യങ്ങളിൽ നിങ്ങൾ ഇമോഷണലി സപ്പോർട്ട് ചെയ്ത് നിങ്ങളുടെ ആ ഒരു കോൺഫിഡൻസ് ലെവൽ ബൂസ്റ്റ് ചെയ്യുന്നുള്ളതാണ് ഒരു സൈക്കോളജിസ്റ്റ് ചെയ്യുന്നത്. അവർക്കൊരിക്കലും നിങ്ങൾക്കൊരു ഡിപ്രഷൻ ഉണ്ടെന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് മെഡിക്കേഷൻ തരാനുള്ള അധികാരമില്ല. അതിനാണ് സൈക്കൈട്രിസ്റ്റ് ഉള്ളത്. സൈക്കൈട്രിസ്റ്റ് നിങ്ങൾ കാര്യങ്ങൾ ഫുള്ള് കേട്ട് നിങ്ങൾക്ക് എത്രത്തോളം ഡിപ്രസ്ഡ് ആണ് നിങ്ങളുടെ മൈൻഡെന്ന് മനസ്സിലാക്കി നിങ്ങൾക്ക് മെഡിക്കേഷൻ റെഫർ ചെയ്യാണ് ചെയ്യുന്നത്. ഈവനിപ്പോൾ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നുണ്ടെങ്കിൽ പോലും അത് ഒറ്റയടിക്ക് പെട്ടെന്ന് കുറയണമെന്നില്ല. അത് ഗ്രാജ്വലി നിങ്ങളുടെ ഡോസേജ് കൂട്ടി അതൊരു ദിവസം കുറയും. പക്ഷെ അങ്ങനെ ആ ഒരു ദിവസം കുറയും എന്നൊരു കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ലൈഫിലോട്ട് തിരിച്ചു വരാൻ പറ്റത്തുള്ളൂ. അത്രത്തോളം അഡ്വാൻസ്ഡ് ആണ് നമ്മുടെ മെഡിക്കൽ ഫീൽഡ് ഇപ്പോൾ. എല്ലാത്തിനും ഒരു സൊല്യൂഷൻ ഉണ്ട്. പാരൻസിനോടുള്ളൊരു അഡ്വൈസാണ്. അതായത് നിങ്ങളുടെ കുട്ടി പതിവില്ലാതെ ആരോട് സംസാരിക്കാതെ ആവുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും മാനസിക വിഷമത്തിലൂടെ കടന്നു പോവുകയോ ചെയ്യുന്നുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നിയാൽ നിങ്ങൾ അവരോട് ഓപ്പണായിട്ട് സംസാരിക്കണം. പക്ഷേ ഒരിക്കലും ആദ്യം തന്നെ അവർ നിങ്ങളോടെല്ലാം തുറന്ന് പറയുന്നൊരു പ്രതീക്ഷിക്കരുത്. കാരണം അവരുടെ പ്രശ്നങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്നൊരു വിശ്വാസം അവർക്ക് ഉണ്ടായിക്കൊള്ളുന്നില്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം കൂടെ ഉണ്ട്. അതായത് ഈ ഡിപ്രഷൻ എന്ന് പറയുന്നത് അതൊരു പാരലൽ വേൾഡാണ്. ഇപ്പോൾ നിങ്ങൾക്ക് സന്തോഷം ഉണ്ടാക്കുന്ന കാര്യങ്ങൾ ചിലപ്പോൾ അവർക്ക് വിഷമായിരിക്കും ഉണ്ടാക്കുന്നത്. കാരണം അവരുടെ ഹോർമോൺസ് കംപ്ലീറ്റ്ലി ഇംബാലൻസ്ഡ് ആണ്. അതിന് വേണ്ടിയിട്ടാണ് മെഡിക്കേഷൻ എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ അവർക്ക് സംസാരിക്കാനുള്ളൊരു കംഫർട്ട് സ്പേസ് ഉണ്ടാക്കി കൊടുക്കുക. അപ്പോൾ അവരത് ഓപ്പൺ ആവും. ഗവൺമെൻറ്റിനോട് പറയാനുള്ളത്, ഇപ്പോഴും നമ്മുടെ ജനങ്ങൾക്കിടയിൽ ഒരു പ്രോപ്പർ അവയർനെസ് ഇല്ല ഈ മെൻ്റൽ ഹെൽത്തിനെ കുറിച്ച്. അപ്പോൾ അതിന് പ്രോപ്പർ അവയർനെസ് കിട്ടുന്ന ക്ലാസ്സുകളും കാര്യങ്ങളും ഈവൻ പരസ്യങ്ങളൊക്കെ ആയിട്ടൊക്കെ ഗവൺമെൻറ് ഇതിനു വേണ്ടി മുന്നോട്ടിറങ്ങണം. അതുപോലെ കുട്ടികൾക്കൊക്കെ ചെറിയ ക്ലാസ് മുതലേ ഇതിനെക്കുറിച്ചുള്ള ഒരു ഇമ്പോർട്ടൻസ് പറഞ്ഞു കൊടുക്കണം. എന്നാൽ മാത്രമേ ഒരു നോർമൽ ഒരു മനുഷ്യനുണ്ടാവുന്ന ഒരു വിഷമവും, അതായത് ഒരു സാധാരണ മൂഡ് സ്വിങ്ങും ഡിപ്രഷനും വേർതിരിച്ച് മനസ്സിലാക്കി അതിന് പ്രോപ്പർ മെഡിക്കേഷൻ എടുക്കാൻ അവർക്ക് സാധിക്കുള്ളൂ. ഇനി പറയാനുള്ളത് സൊസൈറ്റിനോടാണ്. ഇപ്പോൾ ഒരാൾ സൂയിസൈഡ് ചെയ്തു എന്ന് പറയുമ്പോൾ ആ പോസ്റ്റിൻ്റെ അടി വന്നിട്ട് അവൻ വീട്ടുകാരെ വിട്ട് പോയതല്ലേ എന്നൊക്കെ പറയുന്ന നിങ്ങൾ കാരണം തന്നെയാണ് അവൻ സൂയിസൈഡ് ചെയ്തത്. കാരണം നിങ്ങളെപ്പോലെ ഇല്ലിറ്ററേറ്റ് ആയിട്ടുള്ള ആൾക്കാർ ഉള്ള ഒരു സൊസൈറ്റി, അവിടെ ഡിപ്രഷൻ്റെ മെഡിക്കേഷൻ എടുക്കുന്നത് വട്ടന്മാർ, അല്ലെങ്കിൽ ഒരു സൈക്കാട്രിസ്റ്റിനെ കാണാൻ പോകുന്നത് വട്ടന്മാർ, ഇങ്ങനെ പറഞ്ഞ് പഠിപ്പിക്കുന്ന ഒരു സൊസൈറ്റി കൂടെയാണ് അവൻ ജീവിച്ചു വന്നത്. അപ്പോൾ അടുത്ത വട്ടം നിങ്ങൾ കമൻറ്റ് ഇടാൻ വരുമ്പോൾ അത് ആലോചിക്കുക. നിങ്ങളിടുന്നൊരു കമൻറ്റ് വായിക്കുന്ന ഒരു ഡിപ്രഷൻ ഉള്ള ഒരാൾ, അയാൾക്കത് ട്രിഗർ ആവും. അപ്പോൾ ഓരോ കമൻറ്റും ആലോചിച്ചും കണ്ടിടുക.